ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ രാജ്യ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനുള്ള എക്സാം പാസ്സായതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റാണ് കേട്ടോ ഇത്. നമ്മളോട് ട്രീറ്റിനൊന്നും കാര്യമൊന്നും പറഞ്ഞില്ല, ഇങ്ങോട്ടത്തേക്ക് വരാൻ പറഞ്ഞു. കുറച്ച് ദിവസം അവരെയൊക്കെ കണ്ടിട്ട് നല്ല മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് റെസ്റ്റോറൻറ്റ് അടുത്ത് എത്തിയപ്പോഴാണ് നമ്മളെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അവരവിടെ. അപ്പോഴും വേറെ എങ്ങോട്ടാ പോകണമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. പല ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് വിശദീകരിക്കാനുള്ള ടൈമൊന്നുമില്ല, അത് കണ്ട് മനസ്സിലാക്കിക്കോ. പിള്ളേരൊക്കെ കുറേ ഫുഡൊക്കെ വെറൈറ്റി ഓർഡർ ചെയ്ത് നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ പേരെനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ ആരതി ഉണ്ടായിരുന്നു, ആ കുറുമണി ചില കുട്ടികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അന്ന്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാജിയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പം മേഘ ഡോക്ടറും രാജിയും കൂടി ആരതിയെ കൊണ്ടാക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. നമ്മളപ്പം അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ്. കുറേ നാളെ ഇവരെ കണ്ടിട്ട്. കാര്യം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് പ്രോഗ്രാം സീസൺ കഴിഞ്ഞല്ലോ, ഉത്സവ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം കാണാൻ പറ്റണില്ല കേട്ടോ. പിന്നെ വീഡിയോ കോളിങ്ങും പിന്നെ അല്ലാതെ സംസാരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ആ ഒരു മിസ്സിങ് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു ഇവരെ കാണാതിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഡാൻസ് ചെയ്യുവാണ് കേട്ടോ. ചുമ്മാ ഇരുന്നപ്പോൾ പാട്ടിങ്ങനെ അവിടെ ഇട്ടപ്പോൾ ചുമ്മാ എന്തൊക്കെയോ സ്റ്റെപ്പ് ഇങ്ങനെ കാട്ടി കൂട്ടുവാണ് കേട്ടോ. അല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തതൊന്നും അല്ല. അപ്പം നമ്മൾ രാജീവ് മാമാണ് നമുക്ക് വീഡിയോ പിടിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ അടുത്തതായിട്ട് പ്ലാൻ ചെയ്ത് ശശികല ചാർത്തിയെ കളിക്കാനെന്നാണ്. അത് എന്തൊക്കെയോ സ്റ്റെപ്പ് ഇട്ടങ്ങ് കളിക്കുവാണ്. പക്ഷെ അത് കണ്ടാൽ വിചാരിക്കും അതെന്തോ പ്രാക്ടീസ് ചെയ്ത് മുൻകൂട്ടി കരുതി നമ്മൾ ചെയ്തതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല കേട്ടോ, പ്രാക്ടീസും ചെയ്തില്ല. അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ച് കൂട്ടുവാണ്. കാര്യം ഇവരുടെ അടുത്ത് വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ ഡോക്ടറിന് അങ്ങ് ഡാൻസ് അങ്ങ് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഈ നമ്മുടെ ശശികല ചാർത്തിക്കകത്ത് തനനന കുറേ നനന ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഏത് സ്റ്റെപ്പ് ഇടണമെന്ന് കൺഫ്യൂഷനായിരുന്നു. എന്തായാലും കൈ കിട്ടിയതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരേ കണക്ക് നമ്മൾ കളിച്ച്. പിള്ളേർ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ കാണിച്ചു. അവർ വേറെ എന്തൊക്കെയോ സ്റ്റെപ്പ് ഇടുകയാണ് ശശികല ചാർത്തിനെ. അപ്പം നമ്മൾ രാത്രി അന്ന് അവിടെ ഒരു 3 മണി ഏകദേശം കിടന്നുറങ്ങിയപ്പോൾ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കിടന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.